11-ാമത്തെ ചോദ്യമാണ് നോക്കാൻ പോകുന്നത്. സാഹിബു കിതാബി നഹ്വു അൽ വാഫി. നഹ്വുൽ വാഫി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? അബ്ബാസ് ഹസൻ. 13-ാമത്തെ ചോദ്യം. സാഹിബു ഖാതിൽ ഹംസത്ത് വ ലയാലി തർക്കിസ്ഥാൻ. ഖാതിലു ഹംസ വ ലയാലി തർക്കിസ്ഥാൻ എന്നിവയുടെ രചയിതാവ് ആരാണ്? നജീബ് അൽ കീലാനി. 13-ാമത്തെ ചോദ്യം. സാഹിബു കിതാബി യതീമത്തു ദഹർ. യതീമത്തു ദഹർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? അസ്സാലിബി. 14-ാമത്തെ ചോദ്യം. വാദിഉ ഉസ്സിസ ഇൽമുൻ നഹ്വ്. അറബി നഹ്വ് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനങ്ങൾ സ്ഥാപിച്ചത് ആരാണ്? അബുൽ അസ്വദ് അദ്വലി. 15-ാമത്തെ ചോദ്യം. മുഅല്ലിഫു കിതാബിൽ അഅ്ലാം. അൽ അഅ്ലാം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഖൈറുദ്ദീൻ അസ്സിർക്കിലി. 16-ാമത്തെ ചോദ്യം. മുഅല്ലിഫു കിതാബി ശിഅരി വശുഅറാ അല്ലദീ ലഹറ ഫി അസ്റിൽ അബ്ബാസ്. അബ്ബാസി കാലഘട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ട അശ്ശിഅർ വശുഅറാ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? മുസ്ലിം ഇബ്നു ഖുതൈബ. 17-ാമത്തെ ചോദ്യം. മുഅസ്സിസു ഫന്നി തംസീൽ ഫിൽ അറബി. അറബി നാടകകലയുടെ സ്ഥാപകൻ ആരാണ്? മാറൂൻ നഖാഷ്. 18-ാമത്തെ ചോദ്യം. അതുൽ മുഅല്ലഖാത്തിൽ മഷ്ഹൂറത്തി ഫി ശഅരിൽ അറബി. അറബി കവിതയിലെ പ്രസിദ്ധമായ മുഅല്ലഖാത്തുകളുടെ എണ്ണം എത്രയാണ്? സബുൽ മുഅല്ലഖാത്താണ് ഉത്തരം. 19-ാമത്തെ ചോദ്യം. സാഹിബു തഫ്സീരിൽ കശാഫ്. അൽ കശാഫ് എന്ന തഫ്സീറിൻ്റെ രചയിതാവ് ആരാണ്? അസ്സമഖ്ശരി. 20-ാമത്തെ ചോദ്യം. അഖ്ദമു ഔസാൻ അശ്ശിഅരി അൽ അറബി. അറബി കവിതയിലെ ഏറ്റവും പുരാതനമായ വൃത്തം ഏതാണ്? അർ-റജ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.